സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കാത്തിരുന്ന സന്തോഷ വാർത്ത. പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്നു. വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റ് കണക്കിലെടുത്ത് ഗുണഭോക്താക്കൾക്ക് നേരത്തെ തന്നെ തുക എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് ആനുകൂല്യം എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ വിധവാ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകളിലായി 7 ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന NSAP വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും കേന്ദ്രവിഹിതം ഒഴികെയുള്ള തുക എത്തിച്ചേരും. ഈ സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത്. വരാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർധനവ് കൂടി വരുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. ജനുവരി 29-ന് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ ഗുണഭോക്താക്കൾ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. ബജറ്റ് കൂടുതൽ ജനകീയമാക്കുമെന്ന് ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമ്പോൾ സർക്കാർ മാനദണ്ഡങ്ങൾ കൂടി കർശനമാക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ അപേക്ഷകരുടെ ഭൗതിക സാഹചര്യ പരിശോധനകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാക്കും. പുതിയതായി പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കും കർശന പരിശോധനകൾ നേരിടേണ്ടി വരും. ഇത്തരത്തിൽ പരിശോധന ആരംഭിക്കുമ്പോൾ 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായ കെട്ടിടങ്ങളുള്ളവർ, താമസിക്കുന്ന വീടുകളിൽ എയർ കണ്ടീഷൻ ഉള്ളവർ, കുടുംബത്തിലെ 1000 cc-യിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള AC വാഹനങ്ങളുള്ളവർ, കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ വിവാഹിതരാകാത്ത മക്കളുടെ വരുമാനം കൂടി കണക്കിലെടുക്കും. കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ആളുകൾ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടും. എന്നാൽ വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കേണ്ടതില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റേതെങ്കിലും പെൻഷൻ തുക കൈപ്പറ്റുന്നവർ, സർക്കാർ, കേന്ദ്ര സർക്കാർ ജീവനക്കാരുള്ളവർ എന്നീ വീടുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കളും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടും. ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം ആനുകൂല്യം എത്തിച്ചേരുന്ന രീതിയിലാണ് ജനുവരി മാസം മുതലുള്ള വിതരണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റുകൾ വീണ്ടും സമർപ്പിക്കണമെന്ന് ചില പഞ്ചായത്തുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ മാത്രം ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ജനുവരി 31-ന് മുൻപായി സമർപ്പിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ വിധവ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർ പുനർവിവാഹിതരല്ല അല്ലെങ്കിൽ വിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം വാങ്ങി സമർപ്പിക്കുന്നതിനും പുതിയ അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട്. അറിയിപ്പുകൾ ലഭ്യമായിട്ടുള്ള ആളുകൾ മാത്രം ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ പഞ്ചായത്തുകളിൽ സമർപ്പിക്കേണ്ടതാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ എന്നിവയുടെ വിതരണത്തിലേക്കായി സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നു. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാനുമതി ലഭ്യമാകുന്ന സാഹചര്യത്തിൽ തുക വിതരണം ഉടൻ തന്നെ ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം അടക്കം രൂപീകരിച്ചും ഫണ്ട് സമാഹരിക്കൽ നടപടി ആരംഭിച്ചു. കെട്ടിട നിർമ്മാണ മേഖലകളിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക തുകയിൽ 3 ഗഡു തുകയാണ് ഇതുവരെ അനുവദിച്ചത്. ഇവർക്ക് 2 ഗഡു കൂടി അനുവദിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംസ്ഥാനത്ത് പുതിയതായി പെൻഷൻ അപേക്ഷ വയ്ക്കുന്ന ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുതിയ അറിയിപ്പെത്തി. സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം ആളുകളുടെയും പക്കലുണ്ടായിരുന്ന ആധാർ വയസ്സ് തെളിയിക്കുന്നതിനായി രേഖയാക്കി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നീ ആധികാരിക രേഖകൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നതിന് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണെന്നും മേൽ രേഖകളുടെ അഭാവത്തിൽ മാത്രം അപേക്ഷകന്റെ വയസ്സ് തെളിയിക്കുന്നതിന് മറ്റ് രേഖകളൊന്നും ഇല്ല എന്ന സ്വയം സാക്ഷ്യപത്രത്തിന് മേൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നതിന് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണ് എന്നും സർക്കാർ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. പുതിയതായി പെൻഷൻ അപേക്ഷ വെച്ച് പാസ്സായി കിട്ടിയ ഗുണഭോക്താക്കൾക്കുൾപ്പെടെ വർദ്ധിപ്പിച്ച പെൻഷൻ തുക എത്തിച്ചേരും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.